ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും ഇഷ്ടുക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിന് വേണ്ട പുട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടുക്കറിക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഷ്ടുക്കറിക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ട ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കണം. തേങ്ങ ഞാൻ നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തോല് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പുഴുങ്ങിയെടുത്താൽ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ തോല് വേഗം തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഇവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇത് അധികമൊന്നും ഉടയേണ്ട, കുറച്ച് ചെറുതായിട്ട് ഉടച്ചാൽ മതി. അങ്ങനെ ഇതെല്ലാം ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കണം. ഇതിങ്ങനെ ഉടച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. വലിയ വലിയ കഷ്ണങ്ങളാകുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരണം. അതിന് ശേഷമാണ് നമുക്ക് വറുത്തിടണം. ഇതിലേക്ക് കുറച്ച് കടുകും ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും ഇട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ. അങ്ങനെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കണം. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഒന്നും കൂടി ഇത് നന്നായി തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വെളിച്ചെണ്ണയാലും ഓയിലാലും ഏത് വേണ്ടിക്കലും എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ചുവന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉള്ളി മുറിച്ചതും ഇട്ട് കൊടുക്കണം. ഇത് നന്നായി വാട്ടിയെടുക്കണം. അങ്ങനെ ഈ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് കറി എടുത്തിട്ട് ഒഴിച്ച് ഇതേപോലെ ആക്കി ഇന്നിങ്ങനെ മിക്സാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ കറി ഞാനുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ആക്കിയത്. നിങ്ങളെല്ലാം പല വിധത്തിലായിരിക്കും ഉണ്ടാക്കുക. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഇതാണ് അധികം ഉണ്ടാക്കൽ. അതേപോലെ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ട് അതിൽ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കും, തോലെല്ലാം പോക്കിയിട്ട്. അതേപോലെ ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ പുട്ടും ഇഷ്ടുക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള റെസിപ്പികൾ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.